ഹായ്, സുമയ ടീച്ചറാണ്. ഞാൻ കഴിഞ്ഞ ദിവസമേ എൻ്റെ ക്ലാസ്സിൽ ഇൻ്റർവെല്ല് കഴിഞ്ഞ് ചെല്ലുമ്പം രണ്ട് കുട്ടികൾ തമ്മിൽ ഭയങ്കരമായിട്ട് അടി കൂടുന്നു. അപ്പോൾ ഞാനവിടെ വന്നിട്ട് അവർ ചീത്ത പറഞ്ഞ് ചെറുതായിട്ടൊന്ന് ഷൗട്ട് ചെയ്ത്. അപ്പോൾ ആ സമയത്ത് വേറൊരു മോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, മിസ്സ് ചീത്ത പറയുമ്പോൾ മിസ്സ് ഷൗട്ട് ചെയ്യുമ്പോൾ മിസ്സിനെ കാണാൻ ഒരു ഭംഗിയില്ല, പിന്നെ ഷൗട്ട് ചെയ്യുന്ന മുഖം ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോഴും എൻ്റെ മൈൻഡിലേക്ക് അതന്നെ വരിക. കാരണം ഈ മക്കളെപ്പോഴും സുമയ ടീച്ചറെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ സംയുക്ത ഡയറിയിലൊക്കെ അവർക്ക് എന്നോടുള്ള ഇഷ്ടങ്ങളൊക്കെ അവരിങ്ങനെ എഴുതുന്നതാണ്. അതുമാത്രമല്ല, പിന്നെ ചില കുട്ടികൾ പറയും എനിക്ക് എൻ്റെ ഉമ്മനെക്കാട്ടി ഇഷ്ടം ഞങ്ങൾക്ക് ഞങ്ങളെ സുമയ ടീച്ചറെ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു കുട്ടി വന്നിട്ട് ഈ ഒരു സമയത്ത് ഷൗട്ട് ചെയ്യുന്ന സമയത്ത് സുമയ ടീച്ചറെ മുഖം ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറയുമ്പം അത് എൻ്റെ മൈൻഡിൽ നിന്ന് അത് പോകുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴേ കണ്ണാടി നോക്കിയപ്പോൾ ഞാൻ എന്നെ കാണുന്നത് ഞാൻ കണ്ണാടി നോക്കുമ്പോൾ മാത്രമാണല്ലോ. അപ്പോൾ ആ സമയത്ത് എപ്പോഴും ഞാൻ നല്ല ഒരു മുഖമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നല്ല വശം മാത്രമാണ് നമ്മൾ കണ്ണാടിയിലൂടെ നമ്മളിത് കാണുന്നത്. അപ്പോൾ ഞാനൊന്ന് ഷൗട്ട് ചെയ്ത് നോക്കി, കണ്ണാടി നോക്കിയിട്ട് ദേഷ്യപ്പെട്ട് നോക്കിയപ്പോൾ എനിക്കെന്നെ എൻ്റെ മുഖം ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഷൗട്ട് ചെയ്ത് ദേഷ്യപ്പെടുന്ന എൻ്റെ മുഖം ഭയങ്കര ബോറാണ്. പിന്നെ കുഞ്ഞു കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഒരു പക്ഷേ ആ സമയത്ത് ഞാനൊരു അടി കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് ചിലപ്പോൾ ആ വേദന മാറുമ്പോൾ അതങ്ങ് മറന്നു കളയും. പക്ഷേ നമ്മൾ ഷൗട്ട് ചെയ്യുന്ന സമയത്ത് അത് അവരുടെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിക്കുമെന്ന് എനിക്ക് തോന്നി. കാരണം അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അവരുടെ ആസ് എ പാരൻറ്റ് അല്ലെങ്കിൽ ആസ് എ ടീച്ചർ, അവർ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ അവരെ ഷൗട്ട് ചെയ്യുമ്പം അവരെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കുമ്പം അവരുടെ മൈൻഡിൽ ചിലപ്പം ഒരു പേടി വരും അല്ലേ. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ഷൗട്ട് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് സ്നേഹത്തിലൂടെയും മക്കളെ തിരുത്താം. നമ്മളങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എന്നിരുന്നാലും ചില സമയത്ത് നമുക്ക് പിന്നെ കുട്ടികൾ വികൃതി കാണിക്കുന്നത് കാണുമ്പം അവരോടുള്ള സ്നേഹം കൊണ്ടും അല്ലെങ്കിൽ വികൃതി കാണിച്ച് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള ടെൻഷൻ കൊണ്ടായിരിക്കാം നമ്മൾ ആ സമയത്ത് ഷൗട്ട് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് നമ്മുടെ മക്കളുടെ മൈൻഡ് എന്താണെന്ന് പോലും നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിലൂടെ മാത്രമേ നമ്മുടെ മക്കളെ തിരുത്തേണ്ടത്, നമുക്ക് സ്നേഹത്തിലൂടെയും തിരുത്താം എന്ന് എൻ്റെ മോളെ എനിക്ക് പഠിപ്പിച്ചു തന്നു.